അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ജലം, വെള്ളം ഏതാണ്? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവിരലുകളിൽ നിന്ന്, കൈവിരലുകളിൽ നിന്ന് പുറപ്പെട്ട ജലമാണ്, വെള്ളമാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യമായ വെള്ളം. സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അവർക്ക് വുളുവെടുക്കാൻ, കുടിക്കാൻ ആവശ്യങ്ങൾക്ക് വെള്ളമില്ലാതിരുന്ന സമയത്താണല്ലോ തിരുനബി അലൈഹി വസല്ലമ തങ്ങളുടെ തിരു കൈവിരലുകളുടെ ഇടയിൽ നിന്ന് വെള്ളം ധാരയായി പുറപ്പെട്ടത്. അതാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ജലം. രണ്ടാമത് സംസം വെള്ളമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ എന്നും വലിയ കൗതുകത്തോടുകൂടെ, അത്ഭുതത്തോടുകൂടെ ഓർക്കുന്ന സംഭവ വിശേഷമാണല്ലോ, ചരിത്ര വിശേഷമാണല്ലോ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും അവിടുത്തെ പ്രിയ ഉമ്മ ഹാജർ റളിയല്ലാഹു അൻഹയെയും ആ ഒരു ചരിത്രത്തിലൂടെ ലോകത്തിന് ലഭിച്ച സംസം. അത് ഏറ്റവും ഷറഫായ ഒരു വെള്ളമാണ്, നമുക്ക് ലഭ്യമായ ജലമാണ്. അതിൽ ഷിഫാ ഉണ്ട്. എന്തിനാണോ, എന്തുദ്ദേശം വെച്ചാണോ നിങ്ങൾ സംസം കുടിക്കുന്നത്, അത് പൂർത്തീകരിക്കും എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസമിനെ കുറിച്ച് അരുളി ചെയ്യുന്നത് കാണാം. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിൽ നിയ്യത്ത് ചെയ്ത് സംസം കുടിച്ചാൽ രോഗശമനമുണ്ട്. മഹാന്മാർ അത് ഇൽമ് വർധനവിന് വേണ്ടി കരുതിയിട്ടുണ്ട്. വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി സംസം വെള്ളം കുടിക്കുകയും അത് ലഭ്യമാക്കിയവരെയും ചരിത്രത്തിൽ അനേകം നമുക്ക് കാണാൻ സാധിക്കും. വലിയ പവറുള്ള സംസം വെള്ളം രണ്ടാം സ്ഥാനത്താണ്. മൂന്നാം സ്ഥാനത്ത് ഹൗദുൽ കൗസർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയ ഉമ്മത്തിന് മൊത്തത്തിൽ തന്നെ സ്നേഹിച്ച ആ അവകാശികളായ ആളുകൾക്കെല്ലാം നാളെ മഹ്ശറയിൽ കോരി കുടിപ്പിക്കുന്ന ജലമാണല്ലോ സംസം വെള്ളം. ഇതാ ഹൗദുൽ കൗസർ. ഇത് മൂന്നാം സ്ഥാനത്താണ്. 4 ഈജിപ്തിലെ നൈൽ നദിയിലെ ജലമാണ്. ഇങ്ങനെ 4 സ്ഥാനങ്ങൾ ജലത്തിൻ്റെ ശ്രേഷ്ഠതക്കനുസരിച്ച് മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ഈ 4 ജലങ്ങളും ലോകത്ത് വലിയ പവറുള്ളതായി നൽകിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.